എല്ലാ സിനിമയിലും ഒരു സിഗ്നേച്ചർ ഇട്ട് പോയിട്ടുള്ള 175 ഫിലിംസിൽ ഒത്തിരി ഫിലിംസ് അത് കഴിഞ്ഞ് ചെയ്തതുണ്ടായിരിക്കുമല്ലോ. എങ്ങനെ അറിയാം പാത്തുമ്മ അങ്ങനെയാണ് അവിടെ ഇരുന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു 2 ഇയർ ഗോൾ സെറ്റ് ചെയ്തതാണ്. നമ്മുടെ സ്വന്തം ലെന മാം ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള. Hi, today we are on the very first episode of Voices in Focus and we are so lucky to have someone very great with us. ഏകദേശം 16 വയസ്സ് മുതൽ അഭിനയം ആരംഭിച്ച് 27 വർഷത്തിൽ കൂടുതൽ മലയാളം ഇൻഡസ്ട്രിയിൽ തുടരുന്ന 5 ഭാഷയിൽ കൂടുതൽ പല സിനിമകളിലായിട്ട് 175 പരം സിനിമകളിൽ അഭിനയിച്ച ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന എല്ലാ സിനിമയിലും ഒരു സിഗ്നേച്ചർ ഇട്ട് പോയിട്ടുള്ള നമ്മുടെ സ്വന്തം ലെന മാം ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള. ഹാർട്ടി വെൽക്കം ടു യു മാം. താങ്ക് യു. ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രചോദി നികേതൻ കോളേജിൽ നിന്ന് കിട്ടിയ കുറച്ച് കുട്ടികളുടെ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നൊരു ഇന്ററാക്ഷൻ വേണ്ടിയായിരുന്നു. ആദ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പ്രചോദി നികേതൻ കോളേജിൽ എന്നും വന്നു പോയി എന്നും പഠിച്ച ഒരു മാം, അന്നത്തെ മാമിൽ നിന്ന് ഇന്നത്തേക്കുള്ള ഒരു ട്രാൻസിഷൻ ഒന്ന് പറയാമോ? പ്രചോദിയിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഐ വാസ് 18.5 years old ആൻഡ് ഐ വാസ് വെരി കൺഫ്യൂസ്ഡ് ഇൻ ലൈഫ്. ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ലാത്ത ഒരു കാലഘട്ടം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 16ാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് വന്നു. പഠിക്കണം എന്ന് ഓൾവേസ് അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടായിരുന്ന ആളാണ്. എപ്പോഴും റാങ്ക് വാങ്ങിക്കണം, നമ്മൾ പഠിക്കുകയാണെങ്കിൽ റാങ്ക് വാങ്ങിക്കണം, അങ്ങനത്തെ ഭയങ്കര പെർഫെക്ഷനിസം ആഗ്രഹിച്ചിരുന്ന ഒരാള്. സ്പോർട്സിൽ പങ്കെടുക്കുമായിരുന്നു, ആർട്സിലുണ്ടായിരുന്നു, റൈറ്റിംഗ് കോമ്പറ്റീഷൻസ്, എല്ലാത്തിനും. സോ ഇറ്റ് വാസ് വെരി ഹെക്ടിക്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഹെക്ടിക് ആയിട്ടുള്ള എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു. അതില് എൻ്റെ വ്യക്തിപരമായ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിന്റെ വലിയൊരു ഭാഗമാണ് എൻ്റെ ആ ഫോർമേറ്റീവ് ഇയേഴ്സ് ബിറ്റ്വീൻ 18 and 21. എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കുന്ന കോളേജ് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രചോദി സെറ്റ് എ വെരി നൈസ് പീസ്ഫുൾ ഫൗണ്ടേഷൻ. ബിക്കോസ് നമ്മുടെ മനസ്സ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണ് ആ ഏജ്. ആ സമയത്ത് ഇവിടെ ഹർഷജൻ അച്ഛൻ്റെ ഈ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചും ഈ ക്യാമ്പസും ഇവിടുത്തെ പച്ചപ്പും എല്ലാം വളരെ ന്യൂ ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി സെക്കൻഡ് ബാച്ച് ആണെന്ന് തോന്നുന്നു പ്രചോദി, ദ സെക്കൻഡ് ഓർ തേർഡ് ബാച്ച് മേ ബി മാക്സിമം. അപ്പൊ എവറിത്തിങ് വാസ് ഫോമിങ് അറൗണ്ട് അസ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ വലിയ മരങ്ങളൊക്കെ അന്ന് ചെറിയ തൈകളായിരുന്നു. സോ ആ മരങ്ങളൊക്കെ ഇവിടെ നിന്ന് വളർന്ന പോലെ തന്നെ ഞാൻ ഇവിടുത്തെ ഒരു ഫൗണ്ടേഷനിൽ റൂട്ട്സ് പ്ലേസ് ചെയ്ത് നമ്മൾ സ്വയം റെസ്പെക്ട് ചെയ്യാനും ടു സീ ദ ലൈറ്റ് വിതിൻ യു, ടു സ്പ്രെഡ് ദ ലൈറ്റ് അറൌണ്ട് എന്നുള്ള ആ ഹർഷജൻ അച്ഛൻ്റെ കാഴ്ചപ്പാട് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇൻഗ്രെയിൻഡ് ആയി. ആൻഡ് ഇറ്റ് ഹസ് ബീൻ എ ബിഗ് പാർട്ട് ഓഫ് മൈ കരിയർ ഓൾസോ. എനിക്ക് ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ട്, എനിക്ക് ലീവ് എടുക്കാൻ സമ്മതിച്ച കുരിശ്ശേരി അച്ഛൻ, മാർക്സ് ഉണ്ടെങ്കിൽ ലീവ് എടുക്കാം എന്ന് പറഞ്ഞു. സോ അത് എല്ലാ ലൊക്കേഷനിലും പോകുന്നത് കുറെ ബുക്സും ടെക്സ്റ്റ് ബുക്സും നോട്ട്സും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അവരൊക്കെ എന്നെ നോക്കും, ഇത് എന്താ ലൊക്കേഷനിൽ വന്നിട്ട് ഒരാൾ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പരീക്ഷ ഉണ്ട് അതുകൊണ്ട് എന്ന് പറയും. പക്ഷെ ഈ കോളേജിൽ നിന്ന് കിട്ടിയ എന്താ പറയാ സപ്പോർട്ട്, അതിന്റെ കൂടെ തന്നെ എൻകറേജ്മെന്റ്, അതിനോടൊപ്പം തന്നെ കിട്ടിയ കൂട്ടായ്മ, ഇപ്പൊ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് തന്ന ഒരു സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സ് ഓഫ് മൈ കരിയർ ആൻഡ് മൈ പേഴ്സണാലിറ്റി. രണ്ടും പ്രചോദിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഫോർ ബിൽഡിംഗ് മീ ആസ് ഹു ഐ ആം. വി ആർ സോ ഗ്രേറ്റ്ഫുൾ. പഠിച്ച കോളേജിൽ തന്നെ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഗസ്റ്റ് ആയി വരുമ്പോൾ നമ്മളുള്ളൊരു ഫീൽ എന്താണ്? ഞാൻ സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ്. എനിക്കൊരു സ്റ്റുഡന്റിന്റെ ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോഴൊക്കെ ഉള്ളത്. പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെയാണ് ഇപ്പോഴും ഇവിടെ ടീച്ചേഴ്സ് ആയിട്ടുള്ളത്. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് ഇപ്പൊ പ്രിൻസിപ്പളായിട്ട് സിമി മിസ്. അപ്പം എനിക്കിവിടെ വരുമ്പോൾ ഇപ്പോഴും ഒരു സ്റ്റുഡന്റിന്റെ വൈബാണ് എനിക്ക് വരുന്നത്. ഐ റിമെമ്പർ മൈ സ്റ്റുഡന്റ് ഡേയ്സ് ഹിയർ. അപ്പം എനിക്കിവിടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ടോ ഒരു കോളേജിലേക്ക് ഒരു ഫംഗ്ഷന് പോകുന്ന ഫീലിംഗ് അല്ല ഉള്ളത്, ഒരു ഹോം കമ്മിങ് തന്നെയാണ്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നൊസ്റ്റാൾജിക് മൊമെന്റ്. വന്ന് കയറി ഉടനെയുള്ള ഫസ്റ്റ് ഫീൽ എന്തെങ്കിലും? എനിക്ക് ആ കയറ്റമാണ് ഓർമ്മ വന്നത്. ഡെയിലി നമ്മൾ ആ കയറ്റം കയറി ഇറങ്ങുന്നത് തന്നെ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വളരെ നല്ലതാണ്. ആൻഡ് ഐ ആക്ച്വലി മിസ് ദാറ്റ് ലെവൽ ഓഫ് ഫിറ്റ്നസ്. ഇപ്പൊ ഞാൻ വീട് പണിതിരിക്കുന്നത് ഇതേപോലത്തെ ഒരു കുന്നിന്റെ മുകളിൽ. അപ്പൊ ഇങ്ങനെ കയറി ഇറങ്ങാൻ വേണമെങ്കിൽ ഇവിടെ എല്ലാ സ്റ്റുഡൻസ് എന്നും പറയുന്ന ഒരു കാര്യം കുന്ന് കയറി വരലാണ്. പക്ഷെ നല്ലതാ, ബിക്കോസ് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു എക്സസൈസ് ഉണ്ട് വിച്ച് ഇസ് ഇൻബിൽറ്റ് ഇൻ ടു അവർ ലൈഫ്. എന്നും മോർണിംഗിൽ ഒരു എക്സസൈസ് ഉണ്ടല്ലോ.
ആൻഡ് ഇവിടെ ഞാൻ സ്പോർട്സിലും വളരെ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ ലൈഫിൽ ഒരിക്കലും സ്പോർട്സിൽ പങ്കെടുക്കാത്ത ആളായിരുന്നു. എന്ന് വെച്ചാൽ 12th സ്റ്റാൻഡേർഡ് വരെ ഒരു സ്പോർട്സിലും പങ്കെടുക്കാത്ത ഞാൻ ഇവിടെ വന്നിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജൂഡോ സിൽവർ മെഡലിസ്റ്റ് ആണ്, സൈക്ലിംഗ് ടീമിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഈ കോളേജ് നമുക്ക് തരുന്ന ഒരു ഓൾറൗണ്ട് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് തരുന്ന ഒരു വേദിയുണ്ട്. അതിവിടെ നിൽക്കുമ്പോൾ നമുക്ക് അത്ര വാല്യൂ മനസ്സിലായില്ലെങ്കിലും കോളേജ് കഴിഞ്ഞ് നമ്മൾ ഈ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി ഈ കുന്നിറങ്ങി താഴെ പോകുമ്പോഴാണ് താഴെ ഒരു ലോകമുണ്ട് വിച്ച് ഇസ് ടോട്ടലി ഡിഫറെന്റ് മനസ്സിലാവുക. ഓക്കെ, ഞങ്ങളിവിടെ വന്ന സമയത്ത് റാങ്ക് ഹോൾഡറിൽ ഒരു 3rd റാങ്ക് ഹോൾഡർ ആയിട്ട് മാമിന്റെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാഗസിൻസ് ഒക്കെ ഇങ്ങനെ മറച്ചു വെക്കിയ സമയത്താണ് കണ്ടേ. അതിൽ മാം പറഞ്ഞ പോലെ ജുഡോയിലുണ്ട്, സൈക്ലിങ്ങിന്റെ ഫോട്ടോസിലുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ലെവലിൽ പോയിട്ടുണ്ടെന്ന് കണ്ടു. ഷോർട്ട് സ്റ്റോറീസ് ഒത്തിരി എഴുതിയിട്ട് അന്നത്തെ കാലത്ത് ഫൈൻ ആർട്സിൽ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി ഭയങ്കര ഒരു ഹൈലൈറ്റഡ് ആയിട്ട് ഇതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പൊ എല്ലാ മേഖലയിലും ആർട്സിലും സ്പോർട്സിലും ഇപ്പോ ആക്ടിങ്ങിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു ഡയമെൻഷൻ എഴുത്തുകാരി എന്നുള്ള രീതിയിൽ അപാര സംഭവമാണ്, ഇനി ഏതെങ്കിലും ഒരു ഡയമെൻഷൻ ചെയ്യണമെന്നുണ്ടോ? ഞാൻ അന്നും കോളേജിൽ പഠിക്കുമ്പോഴും ഇല്ലാത്തൊരു കാര്യം, ഞാൻ ഇലക്ഷന് നിൽക്കില്ലായിരുന്നു. ഇപ്പൊ എന്നോട് ചെയർപേഴ്സൺ ആവാൻ പറഞ്ഞാൽ എനിക്ക് പറ്റിയ മേഖലയല്ല. സോ എപ്പോഴും ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലുള്ളവര് അത് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് എപ്പോഴും അത്ഭുതമാണ്. ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ഈസിയാണ്. ബിക്കോസ് ഞാൻ ബേസിക്കലി ഒരു ലോണറാണ്, ഒരു ഇൻട്രോവേർട്ടാണ്, ഒരു പുസ്തകപ്പുഴുവാണ്. അപ്പൊ എനിക്കത് ഈസിയാണ്. ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം, എനിക്ക് അതിലേക്ക് റീച്ച് ചെയ്യാം. അപ്പൊ ഇപ്പോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് വിച്ച് ഇസ് റണ്ണിങ് ദ കോളേജ് യൂണിയൻ, ബീങ് ദ ചെയർപേഴ്സൺ, ഇതൊക്കെ എനിക്ക് തീരെ അറിയാത്ത കാര്യങ്ങൾ. അപ്പം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട് പണിതുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇപ്പൊ ഡയറക്ടോറിയലിലേക്ക് കയറണം, അവിടെ എനിക്ക് വേണ്ടത് നിങ്ങൾക്കുള്ള സ്കില്ലാണ്, പീപ്പിൾ സ്കിൽസ്. അത് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും. അതിപ്പോ വീട് പണി വഴി അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ എനിക്ക് തീരെ ഇല്ലായിരുന്ന ഒരു സ്കിൽ. അതായത് ഒരു ഗ്രൂപ്പിനെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം, ഹൗ ടു ഗെറ്റ് എ ജോബ് ഡൺ, അതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് പണി വഴി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് സിനിമയുടെ ഡയറക്ടോറിയലിലേക്ക് കയറുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി. ഞങ്ങളത് ഒത്തിരി പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്കത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരിക്കുമല്ലോ. ഡെഫിനറ്റ്ലി വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. താങ്ക് യു. ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ മാം ഏത് പ്രൊഫഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക? ഞാൻ വിചാരിച്ചിരുന്നത് സൈക്കോളജിസ്റ്റ് ആവുമെന്നാണ്. ഞാനിവിടെ പഠിക്കുമ്പോഴും അത് കഴിഞ്ഞ് തുടർന്ന് ക്ലിനിക്കൽ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ബോംബെ നിന്നാണ് ചെയ്തത്, SNDT യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആ സമയത്ത് ഇവിടെ PG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ബാച്ച് തീരുമ്പോൾ. അപ്പം ആ സമയത്തൊക്കെ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആവും, അത് കഴിഞ്ഞ് PhD ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് ടു ടഫ് ജോബ് ഫോർ മീ. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഐ എം ആൻ ആർട്ടിസ്റ്റിക് പേഴ്സൺ ഫ്രം ഇൻസൈഡ്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് വളരെയധികം എഫക്ട് ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ആക്ഷനും കട്ടിനിടയ്ക്ക് ഇമോഷൻസ് നമ്മുടെ മുഖത്തും ആ വികാരം നമ്മൾ കാണുന്ന ഓഡിയൻസിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി ഉള്ള ആൾക്കാരാണ് ആർട്ടിസ്റ്റ്. അപ്പൊ 16 വയസ്സിൽ സിനിമയിൽ വന്ന കാരണം കൊണ്ട് എനിക്കത് തിരിച്ചറിയാൻ കുറച്ച് സമയം എടുത്തു. ബീങ് എ സൈക്കോളജിസ്റ്റ് ഇസ് നോട്ട് ഈസി. നമ്മൾ ഡെയിലി കേൾക്കുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണ്. അവരുടെ അതും ചെറിയ പ്രശ്നങ്ങളല്ല, ചിലപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള മാനസിക ഇഷ്യൂസ് കേൾക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് സംഭവിക്കുന്നത് അത് ഇന്റേണലൈസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇറ്റ് വാസ് എഫക്റ്റിംഗ് മീ എ ലോട്ട്. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി സൈക്കോളജി എനിക്ക് പറ്റിയ മേഖല അല്ല. അതുകൂടാതെ എനിക്ക് സൈക്കോളജിയിൽ നിന്നും ഞാൻ അന്വേഷിച്ചു വന്നത്, ഇപ്പൊ ഞാൻ പ്രചോദിയിൽ വരുന്ന സമയത്ത് ഞാൻ മാനസികമായിട്ട് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റർ ആയിരുന്നു. ലൈക്ക് ഐ വാസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ലൈഫ്, ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഐ വാസ് ഓൾസോ എൻ ആക്ട്രസ്, ഐ ജസ്റ്റ് ബിക്കം എൻ ആക്ട്രസ്. അപ്പൊ 18 വയസ്സിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന റോഡിലൊക്കെ പോസ്റ്റേഴ്സ് ഉള്ള ഒരു ആക്ട്രസ് ആയിരിക്കുമ്പോ തന്നെ നമ്മളൊരു സ്റ്റുഡന്റുമാണ്. നമ്മൾ എന്നിട്ടും കൂടി KSRTC ബസ്സിലൊക്കെ അത് വന്നിരുന്നത് ഞാൻ KSRTCയിലാണ് ഡെയിലി തൃശ്ശൂരിൽ നിന്ന് പുതുക്കാട് വന്നിരുന്നത്. സോ ദാറ്റ് ഐ റിമെയിൻ ഗ്രൗണ്ടഡ്. ഇപ്പൊ ഞാൻ ആ ടച്ചും കൂടെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ആരായിരിക്കും ഇതിൽ, ഞാൻ എന്തായി തീരും, സത്യത്തിൽ ലൈഫ് എന്താണ്? അപ്പൊ നിങ്ങൾക്ക് ഇത് ഈസിലി മനസ്സിലാവും, നിങ്ങൾ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ആ ഐഡന്റിറ്റി ഫോം ആവുന്നേ ഉള്ളൂ. ദിസ് ഇസ് ഹു ഐ ആം. കൺഫ്യൂഷൻസിൽ ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ ആരാ ആവാൻ പോകുന്നത് ലൈഫിൽ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇറ്റ് വാസ് വെരി കൺഫ്യൂസിങ് ഫോർ മീ. അപ്പൊ ഞാൻ ശരിക്കും സൈക്കോളജി പഠിക്കാൻ ഒരു
ടോപ്പിക്കായിട്ട് തെരഞ്ഞെടുത്തത്. ബിക്കോസ് എനിക്ക് മാർക്സ് ഉണ്ടായിരുന്നു, എനിക്ക് വേണമെങ്കിൽ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ഏത് ബ്രാഞ്ച് വേണമെങ്കിലും അഡ്മിഷൻ കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് ആ സബ്ജക്ട്സിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അറിഞ്ഞത് സൈക്കോളജിയുടെ കോഴ്സ് ഉണ്ട്. ഓക്കെ, സൈക്കോളജി ചെയ്താൽ നമുക്ക് മനസ്സെന്താണെന്ന് മനസ്സിലാവും. പക്ഷെ ഞാൻ PG വരെ സൈക്കോളജി പഠിച്ചിട്ട് മനസ്സെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോ അവിടുന്ന് ആക്ച്വലി ആ ഒരു ഡീറ്റോർ വെന്റ് ഇൻ ടു സ്പിരിച്വാലിറ്റി. അവിടുന്ന് ഞാൻ സ്പിരിച്വൽ സെർച്ചിലോട്ട് പോയി. എന്റെ ബുക്ക് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡിൽ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സൈക്കോളജിയിലേക്ക് ഞാൻ വന്നത് ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, എന്റെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് സൈക്കോളജി പഠിച്ചത്. പക്ഷെ അത് ഫൈനലി എനിക്ക് മനസ്സിലായി ദാറ്റ് ആൻസർ കംസ് ഓൺലി ത്രൂ സ്പിരിച്വാലിറ്റി. ഓക്കെ, ഡ്രീം ആയിട്ടുള്ള ഒരു പ്രോജക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രോജക്ട് ഉണ്ടോ? എനിക്ക് കുറെ കാലം ഒരു ഡ്രീം ഉണ്ടായിരുന്നു ആക്ടിങ് വൈസ്, സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള, അത് സൈക്കോളജിക്കലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ വളരെ ടെക്നിക്കലി നമുക്ക് സൈക്കോളജിയിൽ നിന്നുള്ള ആ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന്. പക്ഷെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. ഇപ്പൊ എനിക്ക് ആക്ച്വലി അതിൽ ഇൻട്രസ്റ്റ് പോയി. ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്റെ ചിന്താഗതി ഒരുപാട് മാറിയിട്ടുള്ളതുകൊണ്ട് അതിപ്പോ അങ്ങനെ ഒരു ഡ്രീം അല്ല, എങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ എനിക്ക് തോന്നുന്നു നമുക്ക് കുറേയും കൂടെ ബെറ്റർ ആയി പെർഫോം ടെക്നിക്കൽ ആയിട്ടുള്ള നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു 175-ൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതില് ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നിന്റെ മൊയ്തീൻ അത്രയും ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണു. പക്ഷെ നമുക്കത് കാണുമ്പോൾ അത് അത്രയും ഫീൽ ചെയ്യുന്നുണ്ട്, ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ക്യാരി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ആക്ടർ ഇഫ് യു ആർ എ ബോൺ ആക്ടർ, അതായത് ഞാനിത് ആഗ്രഹിച്ചു വന്ന ഒരു ഫീൽഡ് അല്ല. ഇപ്പൊ ചിലവർക്ക് പാട്ട്, അവര് ജന്മനാ നന്നായിട്ട് പാട്ട് പാടും, ചിലവര് കവിത എഴുതും. അപ്പോ അങ്ങനെ ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ്. അപ്പൊ ഞാൻ തന്നെ അത് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഹാസ് ടു ഡു വിത്ത് ബീങ് വെരി ഇമോഷണലി വൾണറബിൾ. അപ്പൊ ഞാൻ ജനറലി ലൈഫിൽ അത്യാവശ്യം ഗാർഡഡ് ആയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്, എനിക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഞാൻ സ്പോഞ്ച് പോലെ ആ ഇമോഷൻ ക്യാച്ച് ചെയ്യും. സോ അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി ടു ഡു വിത്ത്. ഇപ്പൊ ആക്ച്വലി ഞാൻ ചോദ്യം മറന്നു പോയിട്ടോ, നമ്മള് ചില ക്യാരക്ടേഴ്സ് ക്യാരി ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ ഇമോഷണൽ വൾണറബിലിറ്റി കാരണം എന്നോടൊരു ക്യാരക്ടർ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ, ഇപ്പൊ സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുമ്പോ തന്നെ ഇവര് ക്യാരക്ടറൈസേഷൻ പറയുമ്പോ ഞാൻ ആ ക്യാരക്ടർ ആയി തുടങ്ങും. ഇപ്പൊ എന്റെ കൺട്രോളിലല്ല അത്, ഞാൻ ആ ക്യാരക്ടർ ആയി തുടങ്ങും. ആ ക്യാരക്ടറായി തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ചിലതിൽ വളരെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്ക് ആ ക്യാരക്ടർ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ തുടരുന്നത് നമുക്ക് കാണാം. എന്നുവെച്ചാൽ ആ ക്യാരക്ടറിന്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ, അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റൈൽ, സംസാര രീതി, ബോഡി ലാംഗ്വേജ് ഒക്കെ എന്നില് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. എന്ന് നിന്റെ മൊയ്തീനില് മൊയ്തീൻ ആൻഡ് മൊയ്തീന്റെ അമ്മയൊക്കെ റിയലി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോഴും അവരുടെ പല ഫാമിലി മെമ്പേഴ്സും ജീവിച്ചിരിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ വാസ് പ്ലേയിങ് എ ബയോപിക്. അപ്പൊ എനിക്ക് ഈ ബയോപിക്കില് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുമ്പോൾ അതിലൊരു സത്യസന്ധത വേണം. അവര് വളരെ പണ്ടത്തെ ആൾക്കാരല്ല, അവരിപ്പോഴും നേരിട്ട് അറിയാവുന്ന ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സോ ഹൗ ഇസ് ഇറ്റ് എന്നാൽ റിസർച്ച് ചെയ്യാൻ നമുക്കിപ്പോ ഒരു ഫേമസ് പേഴ്സണാലിറ്റീനെ പ്ലേ ചെയ്യുന്ന പോലെ നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും ഇല്ല. ആദ്യത്തെ ദിവസം, അതും ഈ പ്രായം ഒരു 63 year old, ഞാൻ അന്ന് ഇത് പ്ലേ ചെയ്യുമ്പോൾ ഐ വാസ് ഓൺലി 35 I think. 34. I was 34 when I played 63 years old. പൃഥ്വിരാജിന്റെ അമ്മ, അതിന്റെ കൂടെ അവിടുത്തെ ഭാഷ, കോഴിക്കോടൻ സ്ലാങ്. അപ്പൊ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ആദ്യമേ ഞാൻ ഡയറക്ടർ RS വിമലിനോട് പറഞ്ഞു, എന്തിനാ എന്നെ കാസ്റ്റ് ചെയ്യുന്നത്, ഇത് നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് എന്നെ ഈ റോളിന് വിളിക്കുന്നത്, എനിക്ക് പറ്റിയ റോളല്ല. പുള്ളി കുറെ ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ കാണിച്ച് എന്നെ ആദ്യം, അല്ല നിങ്ങളാണ് ഈ ക്യാരക്ടർ, അപ്പൊ എന്നെ വരച്ചു വെച്ചിരിക്കുന്നു ആ സ്റ്റോറി ബോർഡിലൊക്കെ. സ്റ്റോറി ബോർഡിൽ എൻറ്റയർ സിനിമയില് എന്നെ ആ ക്യാരക്ടറായിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ പറഞ്ഞത് എനിക്ക് അത് കയറി തുടങ്ങി. കയറി ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് പോയപ്പോ എനിക്ക് ഒരു വിധത്തിലും ആ ഡ്രസ്സിങ് ശരിയാവുന്നില്ല, ആ ഹെയർ ശരിയാവുന്നില്ല, ആ ഏജ് ഫീൽ ചെയ്യുന്നില്ല, കുറെ പ്രശ്നങ്ങൾ തോന്നിയിരുന്നു. എനിക്ക് ആ ഡയലോഗ് തീരെ ആ കോഴിക്കോടൻ സ്ലാങ്ങില് വരുന്നുണ്ടായിരുന്നില്ല.
മുക്കത്തെ ഒരു സ്ലാങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വരുന്നുണ്ടായിരുന്നില്ല. എന്റെ ഭാഗ്യത്തിന് അന്ന് മഴ പെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, നമുക്ക് ഡയറക്ടറോട് എന്നെ മാറ്റാൻ പറയാം, വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്തോട്ടെ, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ രാത്രി തിരിച്ച് റൂമിലേക്ക് പോയി അവിടെ ഇരുന്ന് ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഈ സീൻ ഒരു വിധത്തിലും പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, ക്യാരക്ടർ ആവാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ഈ പാത്തുമ്മയോട് സംസാരിച്ചു. അതായത് പാത്തുമ്മ, നിങ്ങള് ഓൾറെഡി ഈ ലോകം വിട്ടുപോയ നിങ്ങൾ എന്നെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്താന്നറിയില്ല, വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഉറങ്ങിയത്. രാവിലെ എണീറ്റപ്പം മുതല് ഞാൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ സ്ട്രോങ്, ബോൾഡ്, ബോസി ആയിട്ടുള്ള ഒരു പേഴ്സണായി. ഈ പാത്തുമ്മ ചുരുട്ട് വലിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വലിച്ചോണ്ട് അവിടെ ഒരു ഇരിപ്പുണ്ട്, ആ ഇരുന്ന് വലിക്കുന്ന സ്റ്റൈലൊക്കെ അവിടെ മുതൽ ആക്ച്വലി എന്റെ കൺട്രോളിലല്ലായിരുന്നു കാര്യങ്ങൾ. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, ഇവിടെയൊക്കെ ഇങ്ങനെ നരച്ച മുടി വേണം. അപ്പൊ അവരോട് പറഞ്ഞു, ഇതിൽ ഇവിടെ നരച്ചത് ഫിറ്റ് ചെയ്യണം, ഇങ്ങനെ ഇത് വേണം, ഇവിടെ നിന്നൊക്കെ കമ്മലുകൾ ഒട്ടിക്കണം. അപ്പൊ ആദ്യത്തെ ദിവസം അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞു, ഈ മുടിക്കെട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ തന്നെ അത് കെട്ടിയൊക്കെ തുടങ്ങി. അപ്പൊ ഞാനിത് ശ്രദ്ധിക്കുന്നില്ല, ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഭയങ്കര ബോസി ആയി പോയി. പിന്നെ നേരെ വരുന്നു, ആ ഡയലോഗ് വളരെ സിമ്പിൾ ആയിട്ട് പോകുന്നു. പിന്നെ ആ ചുരുട്ട് വലിക്കുന്ന ഒരു സീനിലെ ഒരു തിണ്ണയുടെ മുകളിലിരുന്ന് ഈ ചുരുട്ടൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോ മൊയ്തീന്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു ഓൺ സെറ്റ്. ആളിത് വാച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മള് സീൻ കഴിഞ്ഞ് ഞാൻ വന്ന് മാറിയിരുന്നപ്പോ എന്നോട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം പാത്തുമ്മ അങ്ങനെയാണ് അവിടെ ഇരുന്നിട്ട് ഇത് വലിക്കാറുള്ളത്, ഈ ചുരുട്ട് വലിക്കുന്നത് ഇങ്ങനെ ഇരുന്നിട്ടാ വലിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചു, എനിക്കറിയില്ല, ഞാനിപ്പോ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞല്ല, നിങ്ങളായിരുന്നു എക്സാക്ട്ലി എനിക്ക് പാത്തുമ്മ കണ്ട പോലെ ആയിപ്പോയി. അപ്പൊ എന്റെ സ്ട്രോങ് ബിലീഫാണ് ദാറ്റ് ഓൾമോസ്റ്റ് ഒരു പൊസഷൻ പോലത്തെ ഒരു സംഭവമാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സംഭവിച്ചിട്ടുള്ളത്. അത്രയും ഡീപ്ലി റൂട്ടഡ് ആണ് ഓരോ ക്യാരക്ടേഴ്സും. എന്റെ ഉള്ളിലേക്ക് പാത്തുമ്മ കയറി. എന്നിട്ട് ഞാൻ ആ സിനിമ തിയേറ്ററിൽ റിലീസായ സമയത്ത് കണ്ടപ്പോ ഞാൻ ഷോക്ക്ഡായി പോയി. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മയില്ല. ഞാനിത് കാണുന്നത് പ്രേക്ഷകനെ കൂടുതൽ അത്ഭുതത്തോടു കൂടെയാണ് ഞാൻ കണ്ടിരുന്നത്. 3 ദിവസത്തേക്ക് ഞാൻ ആരോടും സംസാരിച്ചിട്ടുമില്ല ആഫ്റ്റർ സീയിങ് ദ മൂവി. എനിക്കത് പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഐ മൈറ്റ് ഹാവ് ബീൻ പൊസസ്ഡ് ബൈ പാത്തുമ്മ. ബിക്കോസ് ആ 1 വർഷം സമയം എടുത്തു ആ സിനിമ ഷൂട്ട് ചെയ്യാൻ. പക്ഷെ ഭയങ്കര ഒരു ഇമോഷണൽ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള. അതെ, അത് ശരിക്കും സംഭവിച്ച ഒരു കാര്യമായിരിക്കും. ബിക്കോസ് എനിക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തൊരു ക്യാരക്ടർ. ശരിക്കും വേറെ ആര് ചെയ്താലും അത്രയൊരു ഭയങ്കര ഒരു ഇമോഷണൽ ഇത് ഫുൾ ഫേഷ്യൽ എക്സ്പ്രഷൻസിലും ജസ്റ്റേഴ്സിലും ഒക്കെ ഉണ്ടായിരുന്നു. അതെ. ഇപ്പോഴും ക്യാരി ചെയ്യുന്ന ഏതെങ്കിലും ഒരു റോൾ ഉണ്ടോ? ഇല്ല, അങ്ങനെ അത്രയും നാളത്തേക്ക് നിൽക്കില്ല. അപ്പോഴേക്കും വേറെ എന്തെങ്കിലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. എനിക്ക് കുറെ നാൾ എന്നെ വളരെയധികം എഫക്ട് ചെയ്ത ഒരു സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ അനിത എന്ന് പറയുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ഞാൻ ഒട്ടും പൊളിറ്റിക്സിന്റെ ബാക്ക്ഗ്രൗണ്ടോ പൊളിറ്റിക്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ പൊളിറ്റിക്സിനെ പറ്റി ഒന്ന് ചിന്തിപ്പിച്ച ഒരു സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ആൻഡ് അതിലൂടെ എനിക്ക് തീരെ എന്നെ പരിചയമില്ലാത്ത ചില വശങ്ങൾ ഞാൻ കണ്ടു. സോ ദാറ്റ് വാസ് എ ക്യാരക്ടർ ദാറ്റ് ഐ ക്യാരിഡ് ഫോർ ക്വൈറ്റ് സം ടൈം. പക്ഷെ ജനറലി ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് കയറുമ്പോഴേക്കും നമ്മള് അതിനു മുമ്പുള്ളത് മറന്നുപോകും. മാറിയിട്ടുണ്ടായിരുന്നു. ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ മാറാനുള്ളതിന്റെ ഒരു റീസൺ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ? അതൊരു വളരെ കോൺഷ്യസ് തീരുമാനമൊന്നും ആയിരുന്നില്ല. ഞാൻ ബേസിക്കലി കടന്നുപോയ ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലൈഫ് സ്ട്രഗിൾസിലൂടെ ഞാൻ അതിന്ന് എനിക്ക് തന്നെ പുറത്തിറങ്ങാൻ വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്യണം. എപ്പോഴും എന്റെ രീതി അതാണ്, ദാറ്റ് ഐ സെറ്റ് എ ഗോൾ ആൻഡ് സോ ഐ ഹാവ് എ ഡയറക്ഷൻ ടു മൂവ് ടുവേർഡ്സ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓക്കെ, ഇത് കടന്നു കിട്ടിയാൽ ഇഫ് യു ഡു ദിസ് ഇൻ 2 years, ഇഫ് യു ക്യാൻ സ്റ്റേ ഇൻ ദിസ് കാം സ്റ്റേറ്റ് ഓൺ യുവർ ഓൺ, യു ഷുഡ് റൈറ്റ് എ ബുക്ക് അബൌട്ട് ഇറ്റ്. That will help others who are struggling through all these same struggles. എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു 2-year ഗോൾ സെറ്റ് ചെയ്തതാണ്. എനിക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി സെറ്റ് ചെയ്ത ഗോൾ ആണെങ്കിലും ഉണ്ട്. ഞാൻ നെക്സ്റ്റ് ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോ ആക്ച്വലി പെൻഗ്വിനിലെ എഡിറ്റേഴ്സിന്റെ അടുത്താണ്. ഇറ്റ്സ് കോൾഡ് വിമെനോപോസ്. സോ ഐ എം 44 now and this has to do with women's health and the transitions that happen. So at all stages of life. അപ്പൊ അതില് ഈ ഒരു 35+ വിമൻസ് ബോഡീസ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്.
അതിന്റെ ഫിസിയോളജി കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്. അത് അധികം ഡോക്ടേഴ്സിനും അറിയില്ല. ഇറ്റ്സ് നോട്ട് വെൽ ഡോക്യുമെന്റഡ്. സ്ത്രീകൾ അതിനെപ്പറ്റി അധികം സംസാരിക്കാറില്ല. അതുകൊണ്ട് മിക്ക ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. സോ ഇറ്റ്സ് സംതിങ് കോൾഡ് പെരിമെനോപോസ്, വിച്ച് ഇസ് a 10 to 15 year long period in women's lives, which nobody talks about. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ്, ആൻഡ് ഹൗ ഇറ്റ് അഫക്ട്സ് റിലേഷൻഷിപ്സ്, ഫാമിലി, the structure of society itself. All this will come into that book. ഈ വർഷം ഞങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാമോ? അതെ, ഈ വരുന്ന 2026 by March നമ്മൾ അത് പ്രീ ലോഞ്ച് ഓപ്പൺ ചെയ്യും ഫ്രം പെൻഗ്വിൻ. ബൈ ജൂൺ the book should be available. Okay. നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രോജക്റ്റ് എന്താണ്? ഇനി ജാനുവരിയിലാണ് റിലീസ് എന്ന് തോന്നുന്നു. മുമ്പ് ക്രിസ്മസ് റിലീസ് ആണെന്നാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ കേട്ടു, ബിക്കോസ് പ്രചോദി എന്നുള്ളവരാണ് ആ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സും സ്ക്രിപ്റ്റ് റൈറ്ററും. ഡിനു പ്രചോദി എന്നാണ്. സോ പ്രചോദി എന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. അത് മൂവീസ് ബീങ് റിലീസ് ഇൻ ജാനുവരി. വലതുവശത്തെ കളർ എന്ന് പറഞ്ഞ ജീത്തു ജോസഫിന്റെ പടമാണ്. ഓക്കെ. മൂവിനെ കുറിച്ച് എന്തെങ്കിലും? വളരെ രസകരമായിട്ടുള്ളൊരു ത്രില്ലർ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ഷെയ്ഡ്സ്. വളരെ എന്താ പറയാ, ലൈറ്റ് ഹാർട്ടഡ് ത്രില്ലർ അല്ല, കുറച്ച് ഹെവി ത്രില്ലറാണ്. ഓക്കെ ഓക്കെ. അന്നിങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഇത്രയും ഫേമസ് ആയിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴെങ്കിലൊക്കെ കുറച്ച് ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെങ്ങനെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഒന്നിനെയും വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടോ ഗുഡ് ആൻഡ് ബാഡ് ആയിട്ട് കാണാത്ത ഒരാളാണ്. ഞാൻ എല്ലാം നല്ലതിന് എന്ന് ഓൾറെഡി വളരെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്റെ മനസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഐ നോ ദറ്റ് എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പൊ എന്ത് സംഭവിച്ചാലും നമുക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടേണ്ടത്, വാട്ട് എം ഐ സപ്പോസ് ടു ടേക്ക് ഫ്രം ദാറ്റ് ലൈഫിൽ നടന്ന ഈ കാര്യത്തിൽ നിന്ന് ഞാൻ എടുക്കേണ്ട ഒരു ലെസൺ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഒരു അറിവായിരിക്കാം. അതെന്താണെന്ന് നോക്കാറുണ്ട്. അപ്പൊ അത് പ്രേസ് ആയാലും ക്രിറ്റിസിസം ആയാലും ഐ എം ലുക്കിംഗ് ഫോർ വാട്ട് ഇസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പൊ അതെപ്പോഴും നമുക്ക് വളർച്ചയുടെ ഒരു ഭാഗമായി മാറും. ഓക്കെ. ഇനിയുള്ള യങ്സ്റ്റേഴ്സിനോട് എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിട്ട് പറയാനുണ്ടോ? യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ലൈഫിലെ കൺഫ്യൂഷൻസ് എപ്പോഴെങ്കിലും മാറാൻ വേണ്ടി, നമ്മൾ എവിടെയോ എത്തിപ്പെടാൻ വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ചെറുപ്പം. നമ്മൾ എവിടെയും എത്തിപ്പെടാൻ പോകുന്നില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി ഓൺഗോയിങ് പ്രോസസ്സാണ് അത്. അറ്റ് നോ സ്റ്റേജ് ഓഫ് ലൈഫ് ആർ യു ഗോയിങ് ടു സേ ഓക്കെ ഐ ഹാവ് അറൈവ്ഡ്, എല്ലാം കഴിഞ്ഞു, സെറ്റിലായി. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ സെറ്റിൽ ആവുമ്പോൾ വളർച്ച നിന്നു പോകും. സോ നമ്മളൊരു പ്രതിസന്ധിയായിട്ട് ജീവിതത്തിനെ കാണാതെ, ഞാൻ അങ്ങനെ കണ്ടിരുന്ന ഒരാളാണ്, ഞാൻ ഇതങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു എന്നുവെച്ചാൽ ഇപ്പൊ ബോർഡ് എക്സാംസ് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇറ്റ് വിൽ കണ്ടിന്യൂ. ലൈഫ് ഇസ് എ കണ്ടിന്യൂ. 10th എത്തുമ്പോൾ 10th എക്സാം, 12th എത്തുമ്പോൾ 12th എക്സാം, ഡിഗ്രിക്ക് ഡിഗ്രിയുടെ ഓരോ വർഷത്തെ എക്സാംസ്. അപ്പൊ ലൈഫ് ഇസ് എ കോൺസ്റ്റന്റ് എക്സാം സിറ്റുവേഷൻ. ഇപ്പൊ എല്ലാ പഠിത്തം കഴിഞ്ഞാലും ലൈഫ് വിൽ കീപ് ടെസ്റ്റിംഗ് യു. ആൻഡ് നമ്മൾ ആ ടെസ്റ്റിങ്ങിലൂടെയാണ് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നത്. ആൻഡ് ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. മരണം വരെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. സോ എനിക്ക് യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, എൻജോയ് എവറി സിംഗിൾ മൊമെന്റ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്, വേർ യു ആർ. എൻജോയ് എവറി സിംഗിൾ മൊമെന്റ്, ബിക്കോസ് ദ നെക്സ്റ്റ് മൊമെന്റ് വിൽ കം ടു എൻജോയ് ദാറ്റ്. ഒരുപാട് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കാനാണ് ഞാൻ പറയാ. ബിക്കോസ് ഈ പ്രായത്തിൽ യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന ഫ്യൂച്ചറിലോട്ട് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യും. നമ്മളൊരു ഏജ് കഴിയുമ്പോൾ അതാ വേണ്ടത്. ബിക്കോസ് ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ഇപ്പോ ഇറ്റ്സ് ലൈക്ക് എ ഗ്രീൻ മാറ്റ്. ഇതിൽ ഇനി എന്തും പ്ലേസ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറെ ആവശ്യത്തിനുള്ള പോർട്ടൽസ് ഓപ്പൺ ചെയ്ത് വെക്കുക, കുറെ ഡോഴ്സ് ക്ലോസ് ചെയ്യാതിരിക്കുക. ഓപ്പൺ ആസ് മെനി ഡോഴ്സ് ആൻഡ് പോസിബിലിറ്റീസ് ഇൻ യുവർ ലൈഫ്. ബിക്കോസ് നമ്മൾ ഏത് വഴിക്കാണ് പോകാൻ പോകുന്നതെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് ഡോഴ്സ് ക്ലോസ് ചെയ്ത ആളായിരുന്നു. ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ സിനിമ അഭിനയം നിർത്തി. ഞാൻ ഇനി അഭിനയിക്കില്ല, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പോവാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോയി ഞാൻ സൈക്കോളജിസ്റ്റ് ആവാൻ പോവാണ്. അപ്പൊ ആക്ടിങ് ഇനി ഞാൻ ഇല്ല. അങ്ങനെ കുറെ സാധനങ്ങൾ ക്ലോസ് ചെയ്തിട്ടാണ് പോയത്. ഭാഗ്യത്തിന് എനിക്ക് തിരിച്ചാ ഡോഴ്സ് ഓപ്പൺ ആയി. ഞങ്ങളുടെ ഭാഗ്യം, ഞങ്ങൾക്ക് ഇത്രയും നാളെ സ്ക്രീനിൽ ഒത്തിരി തവണ കാണാൻ പറ്റി, തിരിച്ച് കിട്ടി. പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്, നിങ്ങൾ കുറെ ഡോഴ്സ് ക്ലോസ് ചെയ്യാതിരിക്കുക. ലെറ്റ് എവറിത്തിങ് ബി ഓപ്പൺ. കൺഫ്യൂസിംഗ് ആണ്, കറക്റ്റ് ആണ്, ബട്ട് യുവർ ലൈഫ് ഇസ് ഇൻ ദ മേക്കിംഗ്. ഇത് കഴിഞ്ഞ് ഏതോ ഒരു ഗ്രൂവിൽ വന്ന് നമ്മൾ ഓക്കെ ഇതാണ് എനിക്ക് പറ്റിയ മേഖല എന്ന് പറഞ്ഞാലും നമ്മൾ അതേ മേഖലയിൽ തന്നെ ഇനിയും മുന്നോട്ട് മൂവ് ചെയ്യണമെന്നില്ല. നമ്മൾ അവിടെ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യും, ഡൈവേർട്ടായി പോകും. നമ്മളെപ്പോഴും മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും ഒരു ഫൈനാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു തിടക്കമുണ്ട് നമുക്ക്. ഇതൊന്ന് സെറ്റിൽ ആവണം, അത് ഫൈനൽ ആവണം, ഇത് സ്റ്റേബിൾ ആവണം, അത് തീരണം. അതൊരിക്കലും ആവില്ല. ലൈഫ് ഇസ് നോട്ട് സ്റ്റേബിൾ, ലൈഫ് ഇസ് നോട്ട്
ലൈഫ് ഗോസ് ഇൻ വേവ്സ്, ഒരു ഓഷൻ പോലെയാണ്. അപ്പൊ ഈ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ യു ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് യു എൻജോയ് ലൈഫ്. ബിക്കോസ് ആ ഫൈനാലിറ്റി വരുന്ന ഒരു ദിവസമേ ഉള്ളൂ ലൈഫില്, അത് ലൈഫ് തീരുന്ന ദിവസമാണ്. Death is the only finality, so we don't have to worry about that. Let's just go with the flow and live life to the fullest. Okay, മാം ആ ഡോറ് അടയ്ക്കാത്തത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി. ഒത്തിരി ക്യാരക്ടേഴ്സിന് ഈ 175 ഫിലിംസിൽ ഒത്തിരി ഫിലിംസ് അത് കഴിഞ്ഞ് ചെയ്തതുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായും ഞാൻ ആ സമയത്ത് ആകെ 12 പടേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും ഫിലിംസ് ഭയങ്കരമായിട്ട് മിക്സ് ആയി പോയി. പിന്നെ അതുകൊണ്ട് എനിക്ക് ഡെസ്റ്റിനി എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനോട് എനിക്ക് വളരെയധികം പണ്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഐ യൂസ് ടു ബിലീവ് ദാറ്റ് യു ഹാവ് ടു മേക്ക് എവറിത്തിങ് ഹാപ്പൻ. നൗ ഐ റിയലൈസ് ദാറ്റ് ദർ ഇസ് ഓൾറെഡി ലോട്ട് ഓഫ് മൈൽ സ്റ്റോൺസ് ദാറ്റ് യു ആർ ഗോയിങ് ടു റീച്ച് ഇൻ ലൈഫ്. അത് നമ്മുടെ ജാതകത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇറ്റ്സ് നോട്ട് ഓൾറെഡി ഡിസൈഡഡ് ആസ് മച്ച് ആസ് ദർ ഇസ് എ ട്രജക്ടറി ഒരാളുടെ ലൈഫിന്. എക്സാക്ട്ലി ഒന്നും എഴുതി വെച്ചിരിക്കുന്ന പോലെയല്ല. നമ്മളിപ്പോ എടുക്കുന്ന ഓരോ തീരുമാനം അനുസരിച്ച് അത് ഫ്ലൂയിഡ് ആണ്. ഇറ്റ് വിൽ കീപ് ചേഞ്ചിങ്. പക്ഷെ നമ്മൾ എത്തിപ്പെടേണ്ട ചില മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കൊച്ചിന്ന് പാലക്കാട് പോകുന്നതിന്റെ ഇടയിൽ തൃശ്ശൂർ ടച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് എ മൈൽ സ്റ്റോൺ. അപ്പൊ അതിപ്പോ നിങ്ങൾ ഏത് റൂട്ട് എടുത്താലും ഏകദേശം ഇവിടെ വന്നിട്ടേ നിങ്ങൾ അങ്ങനെ പോകുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, അതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ലൈക്ക് ടു ഗോ ഫ്രം എ ടു ബി ടു സി ടു ഡി, നിങ്ങൾ എ ടു ഡിയും സിയും കടക്കാതെ നിങ്ങൾ പോവില്ല. അപ്പോ just start seeing everything as a learning experience. ഇപ്പൊ നമുക്ക് ആ നിമിഷത്തിൽ നല്ലതല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടായാലും അത് പിന്നീട് എന്തുകൊണ്ട് നമുക്കത് നന്നായി. ചിലപ്പോൾ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നമ്മളെ ഏറ്റവും ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കമ്മിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഇവിടെ വെച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് ലൈഫിൽ, ഒരുപാട്. എന്നുവെച്ചാൽ ആ സമയത്ത് നമുക്ക് അയ്യോ എനിക്ക് എന്താ ഇങ്ങനെ ഇത് സംഭവിക്കേണ്ടിയിരുന്നില്ല, why did this happen? But later, after maybe 5 years or 10 years, you realize that, oh, this happened for a reason. Everything happens for a reason, and the reason is beautiful. Okay. And I have a rapid fire questions. One director you dream of working with? Christopher Nolan. Cinema that inspires you the most? Malayalam, Indian, or all cinema? All cinema that is made with some very good fundamental behind it. Okay. One message you would like to give to the aspiring actors? Whenever you aim for fame, also learn how to handle it. Okay. One habit you picked up from a character? I haven't picked up anything from my characters. Okay. One compliment that stayed with you? Whenever my teachers say that they're very proud of me, it's like my parents saying they're very proud of me. It stays with me, and it works as fertilizer. Okay. First emotion you feel before the camera rolls? Focus. Okay. Thank you for joining with us, ma'am. Thank you. Thank you very much, and wish you all the best for since this is the first episode. In nalla episodes and out. Okay. Thank you.